ഈയിടെ എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. അവരെന്നെ കാണിക്കാൻ വേണ്ടി 2 കവറൊക്കെ കരുതിയിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ ഒരു കവറിൽ ഒരാഴ്ച അവരുടെ കൊഴിഞ്ഞ മുടി കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. വേറൊരു ചെറിയ കവറിൽ ഒരു ദിവസം കൊഴിഞ്ഞ മുടി കൊണ്ടുവന്ന് കാണിച്ചു തന്നു. എന്നിട്ട് അവരെന്നോട് ചോദിക്കുകയാണ്, ഡോക്ടറെ ഇത്രയും രീതിയിൽ മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അധികം നാൾ എൻ്റെ തലയിൽ മുടിയൊന്നും കാണില്ലല്ലോ എന്ന്. അവർ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സിൻ്റെ ആധിക്യമായിരുന്നു അവരത് ചെയ്ത പ്രവൃത്തി. അതായത് എത്രയും കളക്ട് ചെയ്ത് കാണിച്ചു തരികയാണ്. കാരണം അവർ ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്തു, പരസ്യങ്ങളിൽ കാണുന്ന ഒരു പ്രൊഡക്ട്സും യൂസ് ചെയ്തു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടും ഗുണമൊന്നും കിട്ടാഞ്ഞിട്ട് അതിൻ്റെ ആധിക്യം എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ കവറിൽ ആ സംഭവം കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത്. നമുക്കറിയാം, ചെറിയ കുട്ടികൾ തുടങ്ങി 70 വയസ്സിന് മുകളിൽ വരെ ഉള്ള ആളുകൾ ക്ലിനിക്കിലേക്ക് മുടി കൊഴിച്ചിലാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാളെങ്കിലും മുടി കൊഴിച്ചിൽ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ നീനു കെ.ആർ. തൃശ്ശൂരിലും അങ്കമാലിയിലും പ്രവർത്തിക്കുന്ന ഡിവൈൻ ആയുർ ക്ലിനിക് എന്ന സ്ഥാപനത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ എന്തുകൊണ്ടൊക്കെയാണ് വരണതെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് പറയണത് പാരമ്പര്യം, ഹെറിഡിറ്റി. അത് ഒരു വലിയ ഘടകം തന്നെയാണ്. പാരമ്പര്യമായിട്ട് മുടി കൊഴിച്ചിലുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നല്ലൊരു ഹെയർ കെയർ റുട്ടീനൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലിനൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റാറുണ്ട്. പാരമ്പര്യം ഒരു വലിയ ഫാക്ടർ തന്നെയാണ്, നമ്മളതിനെ നിഷേധിക്കണില്ല. എന്നാൽ കൂടി നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഉള്ള മുടീനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് സ്ട്രെസ്സിനെ കണക്കാക്കാം. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെറിയ സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ പോലും ഒത്തിരി സ്ട്രെസ് ഉണ്ട് അവർക്ക്. പക്ഷേ അങ്ങനത്തെ ഒരു സ്ട്രെസ്സിനെയല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ക്രോണിക് സ്ട്രെസ്സ്, അതായത് ഇപ്പോൾ വർക്ക് സ്ട്രെസ്സൊക്കെ പോലെ ഡെയിലി ഭയങ്കരമായ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആളുകൾ, എല്ലാ ദിവസവും ടെൻഷനാണ്, ഒരേ രീതിയിലേക്ക് ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഇതിനുള്ള സാധ്യത, മുടി കൊഴിച്ചിലിനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. അതുപോലെ ഒരു വലിയ ട്രോമ, ആരുടെയെങ്കിലുമൊക്കെ മരണമൊക്കെ കാരണം അങ്ങനെ ഡിപ്രഷൻ പോലത്തെ കണ്ടീഷൻസ് അനുഭവിക്കുന്ന ആളുകളിൽ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ വളരെ കാര്യമായിട്ട് തന്നെ കാണാറുണ്ട്. ചിലപ്പോൾ ഒരു കെയർ ചെയ്യാത്തതിൻ്റെയും ഭാഗമായിട്ടായിരിക്കാം, പക്ഷേ സ്ട്രെസ് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ സ്ട്രെസ് ഉള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സിന് നമ്മൾ പരിഹാരം കണ്ടെത്തണം. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് മാറ്റുക എന്നുള്ളതാണ്. അല്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് പോലെയുള്ള ഹെൽപ്പുകൾ എടുക്കാൻ മടി കാണിക്കാതിരിക്കുക. സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിൽ നമ്മൾ ചെയ്യണം. ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക ചിന്തകൾ വരുമ്പോൾ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ഡയറ്റാണ്, നമ്മുടെ ഭക്ഷണശീലങ്ങൾ. എല്ലാ നേരവും 4 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷേ നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണമാണോ നമ്മൾ കഴിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഉള്ള പരിഹാരം നമ്മൾ കാണണം. പോഷകങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളിലേക്ക് കിടക്കേണ്ടതുണ്ട്. 4ാമതായിട്ട് പറയുന്നത് ഏജിങ് ആണ്. ഏജ് റിലേറ്റഡ് ആയിട്ട് മുടി കൊഴിച്ചിൽ, കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഫോളിക്കിൾസിനൊക്കെ ഒരു തടസ്സം വരുന്ന, അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺസൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയമാണ്. അപ്പോൾ ഹെയർ ഗ്രോത്ത് സ്വാഭാവികമായിട്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കൂടി നമ്മുടെ പരസ്യങ്ങളുടെയും നമ്മുടെ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ആധിക്യം കൊണ്ടായിരിക്കാം പ്രായമായിട്ടുള്ള ഒരു മുടി കൊഴിച്ചിലായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മുടീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് ഉള്ളത് അവിടെ. പിന്നെ ഉള്ള ഒരു കാര്യം, ഹോർമോണൽ ചേഞ്ചുകൾ കാരണം മുടി കൊഴിച്ചിലുണ്ടാവുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ കേസുകളിലും ആർത്തവവിരാമത്തിൻ്റെ, മെനോപോസിൻ്റെ സമയത്തും ഒക്കെ ഒത്തിരി മുടി ഒഴിയുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസ് കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് റീസൺ എന്ന് കണ്ടെത്തുക എന്നുള്ള മെയിൻ കാര്യം. പിന്നെ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് പോലെ കണ്ടിട്ടുണ്ട്. അത് ചിലർക്ക് നമുക്ക് ചിന്തിച്ച് നോക്കി അറിയാം, നമ്മൾ ഇന്ന മരുന്ന് കഴിച്ച കാലം തുടങ്ങിയാണ് നമുക്ക് മുടി കൊഴിച്ചിൽ വളരെയധികം കൂടിയതെന്നൊക്കെ ചിലർക്ക് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ വേറെ അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളായിരിക്കാം. അപ്പോൾ അത് നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഈ മരുന്ന് കാരണമാണോ
മുടി കൊഴിച്ചിൽ ഉണ്ടാവണേ എന്ന് ചോദിച്ചറിയണം. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ മരുന്നുകൾ മാറ്റി നമ്മുടെ മുടി കൊഴിച്ചിലിന് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, ചില വൈറൽ ഇൻഫെക്ഷൻസ് കാരണം നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത്, കോവിഡിന് ശേഷം എല്ലാവരും ഒത്തിരി മുടി കൊഴിച്ചിൽ കാരണം, കോവിഡ് വന്നു കഴിഞ്ഞ ആൾക്കാർ മുടി കൊഴിച്ചിൽ കാരണം ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. അതുപോലെ ഡെങ്കി ഫീവർ കാരണം അതൊക്കെ അതിന് ശേഷം വരുന്ന ഒരു മുടി കൊഴിച്ചിലുണ്ട്. അത് ഈ വൈറൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പം നമ്മൾ അതിനും ആ ഒരു നമ്മുടെ ആയുർവേദ രീതിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യമായിട്ട് നമ്മൾ ആ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ചൂട് എന്നുള്ള അവസ്ഥേനെ ഈ ഇൻഫെക്ഷനെ കുറയ്ക്കാനുള്ള തരത്തിലുള്ള മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മൾ മുടി കൊഴിച്ചിൽ മാറ്റുക. പുറമേയുള്ള എണ്ണ പ്രയോഗം മാത്രമല്ല നമ്മളവിടെ ചെയ്യാറുള്ളത്. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുടി കൊഴിച്ചിലിന് കാരണമായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ തിരുത്താനുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ശരിയാക്കി എടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത്. അതിൽ മെയിൻലി ഞാൻ പറയാനുള്ളത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് അറിയണം. അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ അടുത്ത് വരുന്ന ഓരോ പേഷ്യൻറ്റിനെയും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ വിടുമ്പോൾ ഒത്തിരി ലെവൽ താഴെയായിട്ടാണ് നിൽക്കുന്നത്. അത് ഒരാളെ പോലെ എക്സെപ്ഷൻ പറയാനില്ല. അതിൽ എല്ലാവർക്കും വൈറ്റമിൻ ഡി ഇന്ന് വളരെ കുറഞ്ഞ ലെവലിലാണ് കാണുന്നത്. അപ്പോൾ മുടി കൊഴിച്ചിൽ കാരണം നമ്മൾ വന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യിക്കുമ്പോൾ കുറഞ്ഞ് കണ്ടിട്ട് നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു മിറാക്കിൾ പോലെയാണ് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യണത് കാണുന്നത് പലർക്കും. നമുക്കും അതൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്, പേഷ്യൻറ്റിനും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് പുതിയ മുടി വരുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. വൈറ്റമിൻ ഡി നമ്മൾ സപ്ലിമെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലിൻ്റെ ഗ്രോത്ത്, എല്ലിൻ്റെ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പിന്നെ വൈറ്റമിൻ ഡി കുറയുമ്പോൾ മെമ്മറി ലോസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ കേട്ടോ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് മെമ്മറി ലോസ് കാണാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ അതാണോ കാരണം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ അറിയണം. പിന്നെ ഉള്ളത് HB നോക്കണം. നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ, അയേണിൻ്റെ ലെവൽ, ഫെറിറ്റിൻ ലെവൽ നമ്മൾ കറക്റ്റ് ചെയ്ത് നിർത്തിയാലേ മുടി കൊഴിച്ചിൽ മാറുള്ളൂ എന്തായാലും. അപ്പോൾ പ്രത്യേകിച്ച് ഓവറായിട്ട് പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് കൂടുതലുള്ള പെൺകുട്ടികളിലൊക്കെ HB വളരെ ലോ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ HBനെ കറക്റ്റ് ചെയ്യുക, അയൺ ലെവൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ചെയ്യാനുള്ളത്. പിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ വെള്ളം കുടീനെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ചെറിയ കുട്ടികൾ ഒത്തിരി ബാക്കിലാണ് വെള്ളം കുടി എന്നുള്ള കാര്യത്തിൽ. നമ്മൾ കൊടുത്തയക്കുന്ന വെള്ളം അതേപോലെ തിരിച്ചു കൊണ്ടുവരുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അപ്പം വെള്ളം കുടീനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇത് നമ്മൾ തുടരണം. കുട്ടികളുടെ അടുത്ത് നമ്മൾ ആ വെള്ളം കുടിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ അത് ചെയ്യിക്കണം. കുട്ടികൾ മാത്രമല്ല വലിയവരും ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യം എത്ര ലിറ്റർ വെള്ളമാണോ അത് നമ്മൾ ഡെയിലി കുടിച്ചിരിക്കണം. പിന്നെ ബോഡീനെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചില്ലെങ്കിൽ ബോഡി ഡ്രൈ ആയി മാറും ഭയങ്കരമായിട്ട്. ഒന്നാമത്തെ ചൂട് കൂടുതലാണ് പൊതുവെ ഇന്ന് എല്ലാവർക്കും, ബോഡി ഹീറ്റ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഹൈഡ്രേഷനും കൂടി ഇല്ലെങ്കിൽ ഒത്തിരി ഡ്രൈനെസ്സിലേക്ക് കടക്കും. പിന്നെ ഹെയറിലാണെങ്കിൽ താരൻ പോലെയുള്ള ഡ്രൈനെസ് കണ്ടീഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് അസിഡിറ്റി ഒരു വലിയ വില്ലനാണ് ഈ കാര്യത്തിൽ. മിക്ക പേർക്കും ഈ അസിഡിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്. നമുക്കത് സിംറ്റംസ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ, ചിലർക്കത് പുളിച്ചു തരട്ടലായിരിക്കും, ചിലർക്ക് നെഞ്ചിരിച്ചിലായിരിക്കും, ഗ്യാസ് വന്ന് ഭയങ്കരമായിട്ട് തള്ളുന്ന അവസ്ഥയായിരിക്കും, വയറുവേദനയായിരിക്കാം, കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം. അപ്പോൾ ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ കുറേ ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല. അസിഡിറ്റി ആണെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ കടന്നു പോകണം. നമ്മൾ ആയുർവേദത്തിൽ പറയും എല്ലാ അസുഖങ്ങളുടെയും ബേസ് കിടക്കുന്നത് അഗ്നി കറക്ഷനിൽ വരുത്തണം. അഗ്നി കറക്റ്റ് ചെയ്താലേ എല്ലാ അസുഖങ്ങളും കറക്റ്റ് ശരിയായി വരുള്ളൂ, അല്ലെങ്കിൽ മാറി വരുള്ളൂ എന്ന് എപ്പോഴും പറയും. അപ്പോൾ അഗ്നി കറക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഈ അസിഡിറ്റിയിൽ ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്ന കാര്യം. അതിൽ നമ്മൾ അസിഡിറ്റീനെ ട്രീറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കില്ല. ദഹനം പ്രോപ്പറായില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇപ്പം മുടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയോ കഴിച്ചിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കില്ല. അബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അസിഡിറ്റീനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഹെൽത്ത്, ഗട്ട് ഹെൽത്ത് എന്ന് പറയും, അതിനെ കറക്റ്റ് ചെയ്യണം. അപ്പം ബാക്ടീരിയ, നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ അധികം പുളിയില്ലാത്ത മോരൊക്കെ അതിൽ ഉപയോഗിക്കാം നമുക്ക്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൈറോയിഡ് ലെവലാണ്. തൈറോയിഡിൻ്റെ ഹോർമോൺസ് TSH, T3, T4, പിന്നെ അതിൻ്റെ ആൻറ്റിബോഡിയുടെ ചെക്കിങ്സ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ഫോൾ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആണെങ്കിൽ തൈറോയിഡാണ് നമ്മളവിടെ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയൊക്കെയാണ്
നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നമ്മൾ വരുത്തുന്ന ചില തെറ്റുകളുണ്ട്. നമ്മുടെ റുട്ടീൻസിൽ വരുന്ന തെറ്റുകൾ, ഹെയറിൻ്റെ കാര്യത്തിലും അല്ലാണ്ടും. അങ്ങനെ റുട്ടീൻസിൽ വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ സ്ലീപ്പിൻ്റെ കാര്യം, നമ്മുടെ ഉറക്കത്തിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഇന്ന് നമ്മളെല്ലാവരും മൊബൈല് നമ്മുടെ തൊട്ടടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ മൊബൈല് ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ കിടക്കാൻ പോയാലും ഒരു റീൽസൊക്കെ നോക്കി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഒരു 3 മണി 2 മണി നേരത്താവും പലരും കിടന്നുറങ്ങുന്നത്. പിന്നെ രാവിലെ ജോലിക്ക് പോകേണ്ട തിരക്ക് കാരണമോ സ്കൂളിൽ പോകേണ്ട തിരക്ക് കാരണമോ ഒക്കെ നമ്മൾ നേരത്തെ എണീക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ലീപ്പ് ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെയാണ്. ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ നമുക്ക് ശരിയായ രീതിയിൽ ഉറക്കം കിട്ടണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. സ്ട്രെസ്സ് പോലെ തന്നെ ഉറക്കമില്ലായ്മയും നമ്മുടെ ഹെയർ ഫോളിനെ എഫക്റ്റ് ചെയ്യും. ഹെയർ ഫോളിനെ മാത്രമല്ല, നമ്മുടെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉറക്കമില്ലായ്മ കാരണമായി മാറും. അപ്പോൾ ഉറക്കം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷണ രീതിയിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ, നമ്മൾ ഒത്തിരി മധുരമുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റംസ്, വറുത്ത പൊരിച്ച സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കഫം വർദ്ധിക്കും. കഫം വർദ്ധിച്ച് നമ്മുടെ ത്രോട്ടിൻ്റെ അവിടെ കഫം ഇങ്ങനെ നിൽക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്കാൽപ്പിലേക്ക്, നമ്മുടെ തലയോട്ടിയിലേക്ക് നറിഷ്മെൻറ്റിനുള്ളത് ഒരു തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കഫം ഇത്രയും വർദ്ധിക്കുന്ന തരത്തിലുള്ള ബേക്കറി, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര കൂടുതലാണ്, ജങ്ക് ഫുഡ്സിൻ്റെയൊക്കെ ഉപയോഗം. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ഡയറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം ഹെയർ ഫോൾ മാറാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലോണം വെജിറ്റബിൾസ്, പച്ചക്കറികൾ നല്ലോണം ഉൾപ്പെടുത്താം. ഫൈബേഴ്സ് ആവശ്യമുണ്ട് നമുക്ക്, അതുപോലെ പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ധാന്യവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ചെറുപയറൊക്കെ വളരെ ഉപകാരമാണ്. അതുപോലെ തന്നെ ഇലക്കറികൾ, മുരിങ്ങയില, ചീരയില, മത്തൻ്റെ ഇല ഒക്കെ കറി വെച്ച് കഴിക്കുക. കറിവേപ്പില ഒത്തിരി കറികളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ചെറിയ മീനുകൾ മുള്ളോടുകൂടി കഴിക്കുന്നതൊക്കെ നല്ലൊരു കാൽസ്യം സപ്ലിമെൻ്റ് ആയിട്ടും നമുക്ക് വർത്തിക്കാറുണ്ട്. അതുപോലെ ഇറച്ചിയും മുട്ടയൊക്കെ കഴിക്കാൻ നമുക്ക് കറി വെച്ച് കഴിക്കണതാണ് എപ്പോഴും നല്ലത്, ഫ്രൈഡായിട്ട് കഴിക്കുന്നതിനേക്കാളും. അതുപോലെ നട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. നട്ട്സ് കഴിക്കുന്നത് മുടിക്ക് നല്ലത് തന്നെയാണ്. നട്ട്സ് കഴിക്കുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ കഴിക്കാതെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ എപ്പോഴും കഴിക്കുക, അല്ലെങ്കിൽ അതും കഫം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാവാനായിട്ട് സാധ്യതയുണ്ട്. ഫ്രൂട്ട്സിൽ നമുക്ക് ഈ ബെറീസൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് മുടി വളരാൻ. അതുപോലെ പേരയ്ക്ക, മാതള നാരങ്ങ, ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പച്ചക്കറികളിലെ ക്യാരറ്റും നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്രയൊരു രീതിയിലുള്ള ഭക്ഷണം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ഇലക്കറികളൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഒന്ന് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ചില തെറ്റായ ശീലങ്ങൾ, നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള പൊതുവെയുള്ളൊരു ശീലമാണ് നല്ലോണം ടൈറ്റായിട്ട് നനഞ്ഞ് തോർത്ത് വെച്ചിട്ട് കെട്ടി അങ്ങ് വെക്കും, മുറുക്കി. അപ്പോൾ അത് വളരെ ദോഷമായിട്ടുള്ളൊരു കാര്യമാണ് മുടിയുടെ ഹെയർ ഹെൽത്തിന്, ഹെയറിൻ്റെ ഫോളിക്കിൾസിനൊക്കെ ഭയങ്കര ദോഷമാണ് ചെയ്യുള്ളൂ ഇത്ര ടൈറ്റായിട്ട് കെട്ടണത്. അപ്പോൾ ടൈറ്റായിട്ട് നനഞ്ഞ മുടി കെട്ടുക എന്ന് മാത്രമല്ല, നമ്മൾ സാധാരണ മുടി പിന്നിടുമ്പോഴൊക്കെ ടൈറ്റായിട്ട് കെട്ടി വെക്കുന്നത് ദോഷം തന്നെ ചെയ്യുള്ളൂ, ഗുണമാവില്ല ഒരിക്കലും. അതുപോലെ പോണിടൈലൊക്കെ മുറുക്കി കെട്ടുന്ന ആൾക്കാരുണ്ട്. നനഞ്ഞ മുടി അതുപോലെ തന്നെ കെട്ടി പുറത്ത് പോകാൻ തന്നെ നനഞ്ഞ മുടി കെട്ടിക്കൊണ്ട് വേഗം പോകുന്നവരുണ്ട്. നനഞ്ഞ മുടി ചീകുന്നത് വലിയ തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മൾ ചീകുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ നമ്മുടെ കോമ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മുടി ചീകുന്ന ചീപ്പ് എപ്പോഴും നല്ലോണം ക്ലീനാക്കി വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ ബാത്തിങ് ടവല് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ടവല് അതുപോലെ തന്നെ വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായി. അല്ലെങ്കിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നനവ് അതിലിരുന്ന് ഫംഗൽ ഗ്രോത്തിനൊക്കെ കാരണമാവും. വാഷ് ചെയ്യാതെ പലർക്കും അങ്ങനെ ഒരു ശീലമുണ്ട്, നനഞ്ഞ തോർത്ത് നമ്മൾ അവിടെയും കൊണ്ടിടും, പിറ്റേ ദിവസം ചിലപ്പോൾ ആ ഒരു നനഞ്ഞ ഒരു ചുളിഞ്ഞ അവസ്ഥയിൽ നമ്മൾ പിന്നെയും പോയി എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് പല ഫംഗൽ ഗ്രോത്തിനും കാരണമാവും ഈ ടവലിൽ തന്നെ. ആ ടവൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഹെൽത്ത് വീണ്ടും നാശമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പില്ലോ കവറ്, കോട്ടൻ്റെ പില്ലോ കവറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലത്തെ ഓയിൽ കണ്ടൻറ്റ്, ചിലപ്പോൾ എന്തെങ്കിലും നനവുണ്ടെങ്കിൽ അതും എല്ലാം ഇത് വേഗം വലിച്ചെടുക്കുന്നതാണല്ലോ കോട്ടൺ. അപ്പോൾ കോട്ടൺ പില്ലോ കവർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അത് നമ്മൾ പില്ലോ കവർ മാറ്റാനായിട്ട് വൈകിക്കഴിഞ്ഞാൽ അതിലും ഫംഗൽ ഗ്രോത്ത് വരാനും നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തിനെ അത് പിന്നെയും നമ്മൾ അതിൽ കിടക്കുമ്പോൾ എഫക്റ്റ് ചെയ്യാനും കാരണമാവാനായിട്ട് സാധ്യതയുണ്ട്.
ഹെൽമെറ്റ് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. കുറേ പേർക്ക് ഡെയിലി ജോലിക്ക് പോകുന്നവർ രാവിലെ നനഞ്ഞ മുടി കുളി കഴിഞ്ഞ് നനഞ്ഞ മുടി അങ്ങനെ ഹെൽമെറ്റ് വെച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ വേർപ്പ്, നനവ് എല്ലാം കൂടി അതിലും സ്കാൽപ്പ് ഹെൽത്തിനെ ബാധിക്കാൻ തരത്തിലുള്ള ഫംഗൽ ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതും നല്ലോണം വെയിലത്ത് വെച്ച് തന്നെ ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുടി തല കുളിച്ച് കഴിഞ്ഞാൽ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് തലയിൽ നല്ലോണം തോർത്തോ ടവലോ ഇട്ട് ടൈറ്റായിട്ട് ഉരസുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അതും വേണ്ടെന്നൊക്കെ. നമ്മൾ സ്മൂത്തായിട്ട് വേണം ഹെയറിനെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ നനവൊക്കെ ഒപ്പി കളയാനും എയർ ഡ്രൈ പോലെ ചെയ്യാനുമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഹെയർ വാഷ് എപ്പോഴൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി ഹെയർ വാഷ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ഹെയർ വാഷ് ചെയ്താലും മതി. ചെയ്യുമ്പോൾ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഹെയർ വാഷിന് ഷാമ്പു തന്നെയാണ് നല്ലത്. ഏതെങ്കിലും മൈൽഡ് ആയുർവേദ ഷാമ്പു ആണെങ്കിൽ അത്രയും നന്നായി. കെമിക്കൽസ് കുറവുള്ള മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ കണ്ടീഷണർ മുടിക്കുള്ളതും ഷാമ്പു സ്കാൽപ്പിനുള്ളതാണ്. നമ്മുടെ തലയോട്ടിയുടെ ഏരിയയിലുള്ള ആവശ്യമുള്ളതാണ് ഷാമ്പു. അപ്പോൾ ക്ലീൻ ചെയ്യാനാണ് ഷാമ്പു യൂസ് ചെയ്യണത്. കണ്ടീഷണർ ഹെയറിന് മുടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് തെറ്റാതെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ പരിഹാരങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആയുർവേദത്തിൽ എപ്പോഴും എല്ലാവരും വരുന്നത് പലരും ഡോക്ടറെ ഒരു എണ്ണ തരുമോ, എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് താരനുണ്ട്, ഒരു എണ്ണ തരുമോ, ഇത്രയേ ചോദിക്കാറുള്ളൂ. ചിലപ്പോൾ വെറുതെ വന്ന് കൗണ്ടറിൽ വന്ന് വാങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. ക്ലിനിക്കിൽ വന്ന് കൗണ്ടറിൽ വന്ന് എണ്ണയ്ക്ക് വേണ്ടി വന്ന് ചോദിച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ട്. ചിലരത് പരസ്യങ്ങളിൽ കണ്ട എണ്ണയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പറയുന്ന എണ്ണയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് റിസൾട്ട് തരുന്ന എണ്ണ ആയിരിക്കില്ല വേറൊരാൾക്ക് റിസൾട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് അതാവില്ല ഹെൽപ്പ് ആവുക. കാരണം ഓരോ എണ്ണയ്ക്കും യൂസസ് ഡിഫറെൻ്റ് ആയിരിക്കാം. അതായത് ചിലത് നല്ലോണം മുടി കൊഴിച്ചിൽ മാറാനുള്ളത്, ചിലത് ഈ ഹെയർ ഗ്രേയിങ് മാറാനുള്ളത്, അല്ലെങ്കിൽ താരൻ മാറാനുള്ളത്, അങ്ങനെ പല പല യൂസസ് ഉള്ള ഹെയർ ഓയിലുകൾ തന്നെ നമുക്കുണ്ട് ആയുർവേദത്തിൽ. അതുപോലെ തന്നെ നമുക്ക് ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ പ്രകൃതിയും നമ്മൾ ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് പറ്റുന്ന ഏത് എണ്ണയാണ് അത് ചിലപ്പോൾ മിക്സ് ചെയ്യേണ്ടി വരും. അത് പക്ഷേ ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു മിക്സിങ് നമുക്ക് മിക്സ് ചെയ്ത ഒരു എണ്ണ നമുക്ക് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അപ്പം അത് നമുക്ക് പറ്റിയിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ ഷാംപൂസ് മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ആയുർവേദ ഷാംപൂസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ ചെറുപയർ പൊടി പോലെയുള്ള അല്ലെങ്കിൽ ഏലാധികരണ ചൂർണം എന്നൊക്കെ പറഞ്ഞ പൊടികളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഓയിൽ കളയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ വീക്ക്ലി വൺസോ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ ഒരു ഹെയർ പാക്ക്, അതായത് നീലാംബരി, മൈലാഞ്ചിപ്പൊടി, നെല്ലിക്ക, ഇതൊക്കെ പൊടികൾ ചേർത്തൊരു ഹെയർ പാക്കൊക്കെ നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നല്ല ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഒരു സ്റ്റിമുലേഷനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഹെയർ ക്രീംസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒത്തിരി ഡ്രൈനെസ് പെട്ടെന്ന് വരുന്ന ആൾക്കാരുണ്ട്. ഒരു ഷാംപൂയിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര ഡ്രൈനെസ് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഹെയർ ക്രീംസ് യൂസ് ചെയ്യാം. പിന്നെ ഇത്രയൊക്കെ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇൻറ്റേർണലി നമുക്ക് മരുന്നുകളുണ്ട്. പ്രത്യേകിച്ച് രസായനമായിട്ട് ആയുർവേദത്തിൽ മെഡിസിൻ എന്ന് കരുതണ്ട, രസായനങ്ങളായിട്ട് നരസിംഹ രസായനം, ബ്രഹ്മരസായനം, ചവനപ്രാശം പോലത്തെ രസായനമായിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പം നമുക്ക് ആ രസായനങ്ങളായിട്ടുള്ള മെഡിസിൻസും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽപ്ഫുള്ളായിട്ട് മുടി നന്നായി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകളുണ്ട്. അതുകൂടാതെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില മെഡിസിൻസ് നമുക്ക് വേറെയുണ്ട്. അത് ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് തന്നെ നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ, ഹെയർ ഫോളിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും പ്രകൃതി ഇഷ്യൂസ്. ചിലപ്പോൾ താരനായിരിക്കാം. താരനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണ ചൂടാണ്, എണ്ണകൾക്ക് വേണ്ടത് ഒരു ചൂടിൻ്റെ ഒരു ഫീച്ചറാണ് ആ എണ്ണയ്ക്ക് വേണ്ടത്. പക്ഷേ മുടി കൊഴിച്ചിലിന് അത് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന കാര്യങ്ങൾ അതനുസരിച്ചിട്ട് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം നമ്മുടെ ഇഷ്യൂസും കൂടെ പറഞ്ഞിട്ട്, നമുക്ക് ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നും കൂടി പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഹെയർ ഫോളിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കണ്ടൻറ്റ്. നന്ദി.